ഈ വ്യക്തിയാണ് എന്റെ ഷർട്ട് വലിച്ചു കീറിയത് കേട്ടോ. ഷർട്ട് വലിച്ചു കീറി എന്റെ മൊബൈൽ പിടിച്ചു വയ്ക്കാൻ നോക്കി. ഇതാണ് ആള് കണ്ടോ കേട്ടോ. KSRTC ഗുണ്ടയാണ്, ഗുണ്ട KSRTC എന്റെ ഫോൺ പിടിച്ചു വലിക്കാനോ. അത് കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. അല്ല നമുക്ക് കാണിക്കാം. ഞാൻ ഇറങ്ങിയരാം. അത് ഞാൻ പ്രതികരിച്ചതിന് ഇപ്പൊ എന്റെ അടുത്ത് പറയുന്ന ഡയലോഗാണ് കാണുന്നത് കേട്ടോ. എന്റെ ഷർട്ട് വലിച്ചു കീറി പുള്ളി. അത് എന്റെ മൊബൈൽ പിടിച്ചു ചോദിച്ചു. ഈ ടിക്കറ്റ് ഞാൻ ഗൂഗിൾ പേ എന്റെ ക്യാഷ് ഇല്ലായിരുന്നു, ഞാൻ ഗൂഗിൾ പേ എടുക്കാന്ന് പറയാൻ ഇപ്പൊ ഉണ്ടോ കേട്ടോ. ഗുണ്ടകളാണ്ടോ, KSRTC ഗുണ്ടകളാണ്ടോ. നോക്കിയാ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് KSRTC ഗുണ്ടകളാണ്. KSRTC ഗുണ്ടയാണ്. എല്ലാരും കാണണം, എല്ലാരും കാണണം. ഞാനിത് സാറേ നോക്ക്, ഞാനത് 16 രൂപ ടിക്കറ്റ് എടുത്തു. 16 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് പറയും ഞാൻ കഞ്ചാവാന്നും ഞാൻ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണേന്ന് വെക്കാ ചേട്ടൻ പറഞ്ഞ് വണ്ടി കുറെ നേരം ആ ചേട്ടൻ നിർത്തിയിട്ടു. ഇതെല്ലാം ഉള്ള കാര്യങ്ങളാണ്. ഞാൻ 16 ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുത്തു. ഞാനും കൂടി ഉള്ള ഫോട്ടോ എടുത്തേ. എന്റെ ഷർട്ട് വലിച്ചു കയറി. അല്ല ചേട്ടൻ ഞാൻ കുറ്റം പറഞ്ഞോ. എന്റെ ഷർട്ട് വലിച്ചു കയറി. ആ പറഞ്ഞ വ്യക്തി എന്റെ ഷർട്ട് വലിച്ചു കയറി. ഈ 16 രൂപയുടെ ടിക്കറ്റ് ഞാൻ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല ചേട്ടാ, ഗൂഗിൾ പേ അത് പറഞ്ഞാലാണ് എന്റെ ഷർട്ട് വലിച്ചു കയറി. ഇത് എന്റെ മൊബൈൽ പിടിച്ചു കൊടുത്തത്. ആ ടൈമിൽ എന്റെ മൊബൈൽ താഴെ ചാടി പോയാണെങ്കിൽ ആര് ഉത്തരവാദിത്വം പറയും? ഞാനൊരു ഉത്തരവാദിത്തപ്പാടില്ല. അതിൽ ഫുൾ വീഡിയോ ഉണ്ട്. താങ്കൾ ഒരു കുഴപ്പമില്ല. എന്റെ അടുത്ത് താങ്കൾ സംസാരിച്ചതും എല്ലാ കാര്യം എന്റെ വീഡിയോ കിടപ്പുണ്ട്. ഞാൻ വെറുതെ അല്ല പറയണേ. ചേട്ടൻ ഒരു കാര്യം ഓക്കെ ഒരു കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്കൊരു പ്രശ്നമല്ല. പോലീസ് വേണ്ടേ, ഒരു കുഴപ്പമില്ല. അങ്ങനെ പോയാൽ മോശമല്ലേ? വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ ക്യാഷ് കാണാൻ ഷർട്ട് വലിച്ചു കയറുകയൊക്കെ ചെയ്യണേ. എന്റെ ഫോട്ടോയും വീഡിയോ എടുത്തു നിങ്ങൾ. എടുത്തോ എല്ലാം എടുത്തു. എനിക്കൊരു പ്രശ്നമല്ല. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആളല്ല. ടിക്കറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കണേ. അത് ശരിയായ പരിപാടിയല്ലോ. ഞാൻ ബസ്സിൽ കയറിയിട്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായില്ല. ഞാൻ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ അവർക്ക് പറ്റത്തില്ല. ആദ്യം അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു അതിനെപ്പറ്റി. എന്നിട്ട് ആദ്യമേ ഗൂഗിൾ പേ ചെയ്യണമെന്ന് എനിക്കറിയില്ല. then അതിന് എൻ്റെ ക്യാഷ് ഇല്ലാത്ത തന്നെ വേറൊരാൾ എനിക്ക് പേയ്മെന്റ് തന്നു. പേയ്മെന്റ് ഞാൻ കൊടുക്കുകയും ചെയ്തു. കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഷർട്ട് വലിച്ചു കയറി. ഇതുണ്ടോ എൻ്റെ ഷർട്ട് വലിച്ചു കയറി. എന്നെ മൊബൈൽ പിടിച്ചു മേടിച്ചു ബലമായിട്ട്. ആ ബസ്സിലുള്ള ആൾക്കാരെല്ലാം അത് കണ്ടേക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ സ്റ്റേഷനിൽ വരാമെന്ന് KSRTC ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു. KSRTC ഓഫീസിൽ വന്നു. ഇവിടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്ത് പോലീസിനെ വിളിക്കുക. ഞാൻ ഓൾറെഡി പോലീസിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കോള് കണക്റ്റ് ആവുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഇതാ നിൽക്കുന്ന വ്യക്തിയാണ് ഈ ഇഷ്യൂസ് മൊത്തം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്രയും പ്രശ്നത്തിൽ കൊണ്ടുപോയി എത്തിച്ചേക്കണേ. മനസ്സിലായി? ഇത്രയും പ്രശ്നത്തിൽ കൊണ്ടുപോയി എത്തിച്ചേക്കണം. അല്ല ഞാൻ വീഡിയോ എടുക്കണ്ട. പോലീസ് വരട്ടെ സാറേ, എന്നിട്ട് നമുക്ക് പോവാം. അല്ല ഞാനിവിടെ നിന്നോളാം. ഞാനിവിടെ നിൽക്കാനില്ല. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു സാറേ, ഇവിടെ എൻ്റെ അടുത്ത് ആദ്യം നിൽക്കാനില്ലേ സാറ് പറഞ്ഞേ. ഞാൻ വേറൊന്നും പറയുന്നില്ല. എന്റെ ക്യാമറ ഞാൻ ഓണാക്കി വെക്കണ്ടെന്ന് സാറ് എങ്ങനെ പറയാൻ പറ്റില്ല? ആ ഡോറിനെ കണ്ടില്ല. എന്നെ പിടിച്ചു പറിച്ച് തല്ലിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യം അല്ല. പോലീസുകാർ വേണ്ടേ? പോലീസ് ഞാൻ ഇവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. ഈ ആളും കണ്ടോണ്ടിരുന്ന കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തിയും ഈ പറയുന്ന സംഭവങ്ങൾ ഫുള്ള് കണ്ടോണ്ടിരുന്നതാ. പൈസ എനിക്ക് ഈ ചേട്ടന്റെ കൂടുതൽ ഫ്രണ്ടാണ് എനിക്ക് പേയ്മെന്റ് തന്നത്. ഇത് KSRTC ഗുണ്ടായിസം തന്നെ പറയാൻ പറ്റുള്ളൂ. ഇത് പക്ക ഗുണ്ടായിസാ. ഇങ്ങനെയാണ് ഒരാളോട് ഡീൽ ചെയ്യണേ. നമുക്ക് മാന്യമായിട്ട് കാര്യങ്ങൾ പറയാം. പൈസ ഇല്ല, ഓക്കെ, പൈസ ഇല്ലെങ്കിൽ നമ്മൾ പറയണം ഇന്ന പോലെയാണ് കാര്യങ്ങൾ. ഗൂഗിൾ പേ സ്കാനിങ് തരാം. നമുക്ക് ആ സ്കാൻ കോഡിൽ പേയ്മെന്റ് നമുക്ക് അടയ്ക്കാം. ഇത് ഞാൻ പേയ്മെന്റ് അടയ്ക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നിട്ടാണ് ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണേ. ഇത് പക്ക KSRTC ഇതിനും പേരെ LDF സർക്കാരായിരുന്നു. അപ്പൊ ഇതിനെങ്കിലും ഇച്ചിരി മര്യാദ ഉണ്ടായിരുന്നു. ഇത് എന്തുട്ടടവാതേടത്? നമുക്ക് ഗണേശ് സാറിനെ വിളിച്ചൊരു കംപ്ലൈന്റിലും പറയാം. ഇതൊരു കംപ്ലൈന്റും പറയാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെങ്ങാണ്ട് വലിയ കുറ്റക്കാരെ പോലെ ഇവർ നമ്മളെ കാണണേ. ഇങ്ങനെയാണോ ഡീൽ ചെയ്യണേ? ആ ബസ്സിൽ കിടന്ന വീഡിയോ മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ജൈവം ഒന്ന് കാണണം. KSRTC കയറുമ്പോൾ നിങ്ങൾ മിനിമം ഒരു എന്താ പറയാ, നമ്മള് ഒരു അഡ്വാൻസ് ബെയിലൊക്കെ എടുത്തിട്ട് കയറണോടോ. അല്ലെങ്കിൽ ഇവർ നമ്മുടെ പേരിൽ ഇല്ലാത്ത കംപ്ലൈന്റ്സ് മൊത്തം ഉണ്ടാക്കും നമ്മുടെ കയ്യിൽ. ഇതുണ്ടോ? ഇത് പക്ക KSRTC ഗുണ്ട. എന്നെ 3 പ്രാവശ്യം എന്നെ തല്ലാൻ നോക്കി.
3 പ്രാവശ്യം എന്നെ തല്ലാൻ നോക്കി ഈ പറഞ്ഞ ആള്. എന്റെ ഫോൺ പിടിച്ചു പറിച്ച് മേടിക്കാൻ നോക്കി. ആള് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുക. ഇങ്ങനെയാണോ കാണിക്കണ്ടേ? ഇത് KSRTC ബസ്സിൽ യാത്ര ചെയ്യണം, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഗൂഗിൾ പേ എല്ലാം അലൗഡ് ആണ്, അല്ലാത്ത ഒരു കാര്യമില്ല. ഇത്ര പ്രശ്നം ഈ വ്യക്തി ഉണ്ടാക്കേണ്ട കാര്യം എന്താ ഉള്ളത്?